പ്രിയപ്പെട്ടവരെ, എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ മറിയം എന്നുള്ള മറ്റൊരു മരിയൻ പാരിഷൻ എപ്പിസോഡിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. നമ്മളിന്ന് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ വളരെ ഹൃദ്യമായിട്ടുള്ള അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം, ഒരുപക്ഷെ 1000ഓളം വർഷം പഴക്കമുള്ളതാണിത്. ഇതിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷ് രാജ്യത്തിൽ നടക്കുന്ന ഒരു പ്രത്യക്ഷീകരണമാണ്. വാൽസിംഗ്ഹാം ദേവാലയത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് സാക്സൺ കാലഘട്ടത്തിലാണ്. 1061 റിച്ചൽഡിസ് ഡി ഫാവർചെസിൻ്റെ ആത്മാവിനെ മയക്കത്തിൽ മാതാവ് നസ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ മാതാവ് അവർക്ക് ഒരു വീട് കാണിക്കുകയും തനി പകർപ്പ് നിർമ്മിക്കാൻ മാതാവ് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പം എൻ്റെ സഹായം തേടുന്നവർ വെറും കൈയോടെ പോകില്ല എന്ന് മാതാവ് റിച്ചൽഡിസിന് വാഗ്ദാനവും ചെയ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ക്രിസ്ത്യൻ ചൈതന്യം അവിടെ ബോണും ബ്രോട്ടപ്പും ആകുന്ന ഒരു കാലഘട്ടമാണത്. ഈ കാലഘട്ടത്തിൽ റിച്ചാൾഡസ് എന്ന് പേരുള്ള ഒരു ധനികയായ മരിയൻ ഭക്തയ്ക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന പ്രത്യക്ഷീകരണമാണ് നമ്മുടെ ഇന്നത്തെ ദൃശ്യ ശ്രാവ്യ മരിയൻ ധ്യാന വിശേഷം. അതായത് ഈ മരിയൻ ഭക്തി എന്ന് പറയുന്നത്, ഇപ്പം മരിയൻ ഡിവോഷൻ, മരിയൻ പാറ്റി എന്നൊക്കെ പറയും. അതിനേക്കാൾ ഉപരി ചില വ്യക്തികൾ പലരും മരിയൻ പാറ്റി എന്ന് പറയുമ്പോൾ മാതാവിനോട് ഭക്തി കാണിച്ചാൽ എനിക്ക് കിട്ടാൻ പോണ കാര്യങ്ങളെക്കുറിച്ചാണ് ആൾക്കാർ സാധാരണഗതിയിൽ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഈ മരിയൻ ഡിവോഷൻ വേറെ ഒരു വശമുണ്ട്. അതായത് അമ്മ മാതാവിൻ്റെ ഭക്തിയിലും വിശ്വാസത്തിലും സഹന വിഷയത്തിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതും എല്ലാം ധ്യാനിച്ച് അമ്മയും ഈശോയുമായി കൂട്ടിച്ചേർന്ന് ധ്യാനിച്ച് ഒരു വലിയ ആധ്യാത്മികത ആവഹിച്ചിട്ട് അമ്മയുടെ 2 ദൗത്യങ്ങൾ എന്താ? യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ കൊടുക്കുക. അപ്പോൾ വചനമായി അമ്മ യേശുവിനെ സ്വീകരിച്ചു. അഥവാ അമ്മയെ മാത്രമേ യേശുവിനെ പുത്രൻ തമ്പുരാനായ തീർത്ഥത്തിൽ 2-ാം ആളെ പുത്രൻ തമ്പുരാനായ ഈശോയെ സ്വീകരിക്കാൻ പറ്റിയ യോഗ്യതയുള്ള ഒരു സ്ത്രീയായിട്ട് അമ്മയെ മാത്രമേ ദൈവം കണ്ടുള്ളൂ. ഇപ്പോഴത് ഈ റിച്ചാൾഡസ് എന്ന് പറഞ്ഞ സഹോദരിയോട് അമ്മ അത് പച്ചക്ക് പറയുന്നുണ്ട്. വൈ ഷി ഹാസ് സെലക്റ്റഡ്, എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അമ്മയായി അമരോത്ഭവയായി അമ്മയെ ദൈവം തിരഞ്ഞെടുത്തതിന് ഒരു കാരണം പറയണത് അമ്മ വെളിപ്പെടുത്തുന്നത് സ്വസ്ഥഗീതത്തിലെ വചനം തന്നെയാണ്. അമ്മയുടെ വിനയാന്വിതമായ ദൈവസന്നിധിയിലുള്ള സമർപ്പണ ജീവിതം. അപ്പോൾ മരിയൻ ഡിവോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിയ ഭക്തി എന്ന് വെച്ചാൽ ദൈവത്തിരുസന്നിധി, ദൈവ തിരുമനസ് സന്തോഷത്തോടെ സ്വീകരിച്ചത് ആ നിറവേറ്റാൻ ആവശ്യമായ സമർപ്പണ ബോധത്തോടുകൂടി ജീവിക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കുന്ന എല്ലാവരുമാണ് മരിയം ഭക്ത എന്ന് പറയണത്, ഭക്തനെന്ന് പറയണത്. അല്ലാതെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള സാധാരണ ABCD ഡിവോട്ടീസ് അല്ല. ഇതുകൊണ്ട് തന്നെ ഈ റിച്ചാൾഡസ് ഇങ്ങനെ ഒരു ആളായിരുന്നു. അതായത് എന്നെക്കൊണ്ട്
അമ്മയുടെ കോസ് ഓഫ് മേരി, അതായത് അമ്മ ഈ ഭൂമിയിൽ നിലവിൽ വന്ന ദൈവികമായ കാരണങ്ങളാണ് ദ ഡിവൈൻ കോസ് ഓഫ് മേരി. അത് പലപ്പോഴും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അനൗൺസിയേഷനിലൂടെയാണ്. അത് പിന്നെ സുവിശേഷത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രക്ഷയുടെ മൈൽ സ്റ്റോണുകളിലെല്ലാം വെളിപ്പെടുത്തുന്ന മരിയൻ മൈൽ സ്റ്റോൺസ് ഉണ്ട് ബൈബിളിൽ ഒത്തിരിയേറെ. അതായത് എനിക്ക് നിനക്കും എന്താ, എൻ്റെ സമയം ഇനിയും സമഗതമായിട്ടില്ലോ. അപ്പോൾ അവൻ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് രക്ഷാകരമായ സംഭവത്തെ ഉദ്ഘാടനം ചെയ്യുന്ന മരിയൻ മൈൽ സ്റ്റോൺ അത്. അടുത്തത് മരിയൻ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് മരിയൻ മൈൽ സ്റ്റോണാണ്. ഇതുപോലെ അമ്മയെപ്പോലെ എല്ലാം സഹന സാഹചര്യങ്ങളെ ദൈവ പദ്ധതി നടപ്പിലാക്കുന്ന അമ്മയുടെ മനസ്സോടുകൂടി സ്വയം സ്വീകരിക്കുന്ന ആൾക്കാർ, അതാണ് റിച്ചാൽഡസിൻ്റെ ഒരു ആധ്യാത്മിക പ്രത്യേകത. അപ്പോൾ അവർ ചിന്തിച്ച് ഇതാണ്, അവർ ഭയങ്കര ധനികയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ചിന്തിച്ച് ഈ ധനം അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണം. അങ്ങനെ അവളെ ചിന്തിച്ച് ധ്യാനിച്ച് തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ആ ദൈവികമായ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെടും. ഇതെനിക്ക് കേൾക്കുമ്പോഴേ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കും അതുപോലെ മനസ്സിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ദൈവത്തെ അറിയുന്ന ഓരോ വ്യക്തികളെയും ദൈവം അമ്മയിലൂടെ വളർത്തിക്കൊണ്ട് വരണത് കാണാം. അപ്പോൾ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് തോന്നും. അത് രണ്ട് കാര്യങ്ങൾ ആൾക്കാരാണ് നമ്മളെ തോന്നിപ്പിക്കുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവും, ഒന്ന് പരിശുദ്ധ അമ്മയും. കത്തോലിക്ക സഭയിൽ ഒരേ സമയം തന്നെ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയുമാണ് ഇൻസ്പിറേഷൻ്റെ പോയിന്റുകൾ. ഇപ്പം റിച്ചാൽഡസിനെ തോന്നിപ്പിച്ചത്, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ, ഇറ്റ് ഈസ് ബെസ്റ്റ്, ഈ തീരുമാനം കറക്റ്റാണ്, ആ പരിശുദ്ധാത്മാവാണ് നിന്നെക്കൊണ്ട് തോന്നിച്ചിരിക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മ ട്രാൻസിലാക്കി കളയും. കാര്യം ഇവരുടെ ഒരു നിദ്ര നിമിഷങ്ങളിൽ ഇവർ ടേക്കണപ്പാവും. ടേക്കണപ്പായിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് നസ്രത്ത് കാണിക്കും. അത് നസ്രത്ത് കാണിച്ചിട്ട് ആ ഒരു അനൗൺസിയേഷൻ, മംഗളവാർത്ത നടന്ന സ്ഥലങ്ങൾ ഇവളെ കാണിക്കും. എൻ്റെ ദൈവവേദനയിലെ ഇതൊക്കെ നടക്കണ സംഭവങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ നിങ്ങളിതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇത് ഗുഡ്നസ് ടി വിയിലൂടെ നമ്മൾ മരിയൻ നന്മ നിറഞ്ഞ മറിയുന്നുള്ള മരിയൻ അപ്പാരിഷൻ കേൾക്കുകയാണ്. ഇത് ഒത്തിരി പേര് വളരെ ഭക്തിയോടെ ഇത് കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾക്കും വൈ കാൻറ്റ് വി ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് അപ്പാരിഷൻ, എന്തുകൊണ്ട് പറ്റണില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. കാര്യം ഇത് വലിയൊരു സംഭവമായിട്ട്, അപൂർവമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മരിയൻ പ്രത്യക്ഷീകരണം. ഇത് കേട്ടോണ്ടിരിക്കണം നിങ്ങളും ആ ഒരു ചൈതന്യത്തിലേക്ക് വന്ന ദൈവം നിങ്ങളെയും ആ മരിയൻ അപ്പാരിഷന് വേണ്ടി തിരഞ്ഞെടുത്തെന്ന് വരും. മധ്യകാല ക്രൈസ്തവ ലോകത്തിലെ മുൻനിര ആരാധനാലയങ്ങളിലൊന്നായി വാൽസിംഗ്ഹാം മാറി. ഇവിടേക്കുള്ള തീർത്ഥാടകരിൽ നിരവധി രാജകീയ സന്ദർശകരും ഉണ്ടായിരുന്നു. ഡച്ച് പണ്ഡിതനായ ഇറാസ്മസ് 1513 വാൽസിംഗ്ഹാം സന്ദർശിക്കുകയും ദേവാലയത്തിൻ്റെ മഹത്വത്തിൽ മതിപ്പുളവാക്കുകയും ചെയ്തിരുന്നു. ഈ റിച്ചാൽഡസിനെ കൊണ്ടുപോയി ട്രാൻസിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിദ്രയുടെ ഒരു നിമിഷങ്ങളിൽ ആണ് അവരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഈ സ്ഥലം കാണിക്കും. എന്നിട്ട് പറയും, നീ ഇവിടെ ഒരു ദേവാലയം പണിയണം. ഈ അമ്മയും ദേവാലയം തമ്മിൽ ഭയങ്കര ബന്ധമാണ്. എവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യം ഉയർന്നു വരുന്നത് ദേവാലയമാണ്. പിന്നെ ഒരു ക്രൈസ്തവ സമൂഹം. പലപ്പോഴും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഉണ്ടാകത്തില്ല, പക്ഷെ അമ്മ ദേവാലയം പണിയാൻ പറയും. പക്ഷെ ക്രൈസ്തവ സമൂഹം പിന്നീടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ ചെറിയ ക്രൈസ്തവ സമൂഹം ഉണ്ടാകും, പക്ഷെ അമ്മ ദേവാലയം പണിയാൻ പറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിലുള്ള ആൾക്കാർ തീർത്ഥാടനമായിട്ട് അവിടെ വരും. അങ്ങനെ ലോകത്ത് മുഴുവനായിട്ട് ഒരു മരിയൻ തീർത്ഥാടനത്തിന് ഒഴുക്കുണ്ട്. പക്ഷേ ഈ ഒഴുക്കുണ്ടാകുമ്പോഴും മരിയൻ തീർത്ഥാടകർ ചെയ്യേണ്ട കാര്യം അമ്മയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പം
ചാൾദസിനോട് പറഞ്ഞ് നീ ഒരു ദേവാലയം പണിയണം ഇവിടെ. അനൻസിയേഷൻ മംഗളവാർത്ത നടന്ന സ്ഥലത്ത് ഒരു ദേവാലയം. ഇത് 1061 നടക്കുന്ന സംഭവമാണ്. അതായത് ഇംഗ്ലണ്ട് വിശ്വാസത്തിലേക്ക് വളർന്നു വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ദേവാലയം പണിതതിന് ശേഷം ഇത് വത്സിംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എന്നിട്ട് അമ്മ പറയും, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി വത്സിംഗയിലും നീ ഒരു ദേവാലയം പണിയണം. അവിടെ എൻ്റെ മീഡിയേഷനെ, അതായത് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സംഭവിക്കണം എന്താ സഹോദരങ്ങളെ? കാനായിലെ കല്യാണത്തിൻ്റെ സംഭവങ്ങൾ തന്നെയാണ്. എന്താ? അവർക്ക് വീഞ്ഞില്ല. ഒരു മനുഷ്യൻ ഭൗതികമായി സങ്കടപ്പെടുകയും ആത്മീയമായി ദരിദ്രം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഓടി വരേണ്ട ഏറ്റവും വലിയ സങ്കേതമാണ് അമ്മ. അത് അമ്മ സങ്കേതങ്ങൾ ഇക്കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത് അമ്മ ദേവാലയങ്ങളിലൂടെയാണ്. അത് അമ്മ പറഞ്ഞിട്ട് പണിയുന്ന ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു കൃപാസനത്തിൽ. ഞാൻ വലിയൊരു ചാപ്പറ വെറും ഈ ഓല കൊണ്ടുണ്ടാക്കിയൊരു സംഭവം കണ്ട്. പക്ഷെ അത് എഴുതി വെച്ചിട്ട് കുരിശില്ല, ഗോഡെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഗോഡെന്ന്, ദൈവത്തിന്. എല്ലാ ജാതി മതസ്ഥരും എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊക്കെ ഞാൻ ഈ ദേവാലയം കേൾക്കുമ്പോഴേ ഞാനിതൊക്കെ എനിക്കൊരു അത്ഭുതം തോന്നാത്തതിൻ്റെ കാരണം ഇത് സ്വാഭാവികമായ ഒരു ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ രീതിയാണ്. അപ്പോൾ നീ വത്സിംഗയിൽ ഒരു ദേവാലയം പണിയണം, അതേസമയം തന്നെ ഒരു ദേവാലയം നസ്രത്തിലും പണിയണം. ഇവിടെ എവിടെയെല്ലാം വേദനപ്പെട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെല്ലാം വരുന്നോ അവിടെ വെച്ച് ഞാൻ അവർക്ക് അനുഗ്രഹം നൽകും, അവരെ ഞാൻ ആശീർവദിക്കും. അമ്മ അനുഗ്രഹം എന്ന് പറയണത് ഇപ്പോൾ എന്തുമാത്രം മരിയൻ ഡിവോട്ടീസാണെന്ന് അറിയാമോ? അതായത് പലർക്കും യേശുവിനെ അറിയാൻ പാടില്ലാത്തവരൊക്കെ അമ്മയിലൂടെയാണ് യേശുവിനെ അറിയണത്. അത് ഇന്നും സംഭവിക്കണ സത്യമാണ്. യേശുവിനെ അറിയാൻ പാടില്ലാത്ത അക്രൈസ്തവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരമ്മയെ ആദ്യം അറിഞ്ഞിട്ട് അമ്മയിലൂടെയാണ് യേശുവിനെ അറിഞ്ഞു വരണത്. അപ്പം ഇത് അതായത് സുവിശേഷ പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് മരിയ സങ്കേതങ്ങളിൽ സിലോഹക്കുളം പോലെ ജനങ്ങൾ വന്ന് ആശ്രയം പ്രാപിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ അവരമ്മ സഹായിക്കുകയും അതുവഴി അവർ വിശ്വാസം സ്വീകരിക്കുകയും ദൈവത്തെ അറിയുകയും ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇപ്പോൾ മരിയൻ അപ്പാരിഷൻ്റെ എല്ലാത്തിനും പിന്നിലെ ആത്മരക്ഷയാണ് ലക്ഷ്യം. പക്ഷെ അത് വളരെ സാവധാനം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഈ നസ്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഇപ്പം ഞാൻ ഈ നസ്രത്തിലെ അമ്മ താമസിച്ച സ്ഥലത്ത് നമ്മൾ പോകും. അവിടെ പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പം ഇത് അമ്മയുടെ അടുക്കളയും അതുപോലെയുള്ള ആ പഴയ സംഭവങ്ങൾ, കിണർ, അതൊക്കെ ഇന്നും അതിമനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ കുഞ്ഞു കിണർ, അതായത് പണ്ട് നമ്മുടെ വീട്ടിൽ വലിയ കിണറല്ല, ചെറിയ കിണർ. അതായത് അക്കാലങ്ങളിലുള്ള ആ പുരാതനമായ പൗരാണികമായ അന്ന് മനുഷ്യന്മാർ അടുക്കളയിൽ തന്നെയാണ് കിണർ വെച്ചിരിക്കുന്നത്. അന്നത്തെ രീതി അതാണ്, പുറത്തിറങ്ങാതെ തന്നെ. അപ്പം അതുപോലെ ആ സ്ഥലത്തേക്കാണ് അമ്മ ഇവരെ കൊണ്ടുപോകണത്. അനൻസിയേഷനും ആ പ്രദേശങ്ങളിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ അനൻസിയേഷൻ സ്ഥലത്താണ് നമ്മൾ ഈ ദേവാലയം പണിയുന്നത്. അല്ലാതെ അമ്മ താമസിച്ച സ്ഥലവും ചിലപ്പോൾ ഇത് തമ്മിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അനൻസിയേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ലേ, മംഗളവാർത്ത, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം ഇവർ ചെല്ലുമ്പോൾ മാലാഖമാരെ കാണുന്നുണ്ട്. അവിടെ ചാഴ്ദസ് ചെല്ലുമ്പോൾ മാലാഖമാരെ കാണുന്നുണ്ട്. കാര്യം മാലാഖമാർ അനൻസിയേഷൻ്റെ ഒരു പ്രത്യേകതയാണ്, അടയാളം. മാലാഖയിലൂടെയാണ് അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തിക്ക്, ഒരു മരിയൻ ഡിവോട്ടിക്ക്, അവൾ അല്ലെങ്കിൽ അവൻ ആ ഡിവോഷൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ തങ്ങളുടെ സമ്പത്ത് സമർപ്പിച്ചവരുണ്ട്. എന്നാ സമർപ്പിച്ചാലും ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്താൽ, യേശുവിൻ്റെ നാമത്തിൽ ചെയ്താൽ, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്. എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക്
2-3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, ആഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ മരിയൻ അപ്പാരിഷൻ സിമ്പിളാണ്. നിങ്ങളിത് കേട്ട് ഈ നന്മ നിറഞ്ഞു മറിയോ എന്നുള്ള എപ്പിസോഡ് കേട്ട് വരുമ്പോൾ, ഓരോരോ എപ്പിസോഡും കേട്ട് വരുമ്പോൾ, അമ്മ എനിക്കും ഒരു പ്രാവശ്യം എന്നെയും കൂടി ഒന്ന് എനിക്കൊരു പ്രാവശ്യം സ്വപ്നത്തിൽ ഒന്ന് കാണാൻ ഇടയാക്കണമെന്ന് നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ ദൈവത്തിലെ അമ്മ അത് കേൾക്കും. പക്ഷേ നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചുമ്മാ കാണാൻ വേണ്ടിയാണെന്നല്ല, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനം എടുത്തിട്ട് അമ്മയുടെ മധ്യസ്ഥ നിങ്ങൾ യാചിച്ചാൽ തീർച്ചയായിട്ടും അമ്മ നിങ്ങൾക്കും ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അങ്ങനെ ഉള്ള കാലം വിദൂരമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1340 വാൽസിംഗ്ഹാമിൽ നിന്ന് 1 മൈൽ അകലെ ഹൗട്ടൺ സെന്റ് ഗിൽസിൽ സ്ലീപ്പർ ചാപ്പൽ നിർമ്മിച്ചു. വാൽസിംഗ്ഹാമിലേക്കുള്ള വഴിയിലെ അവസാനത്തെ സ്റ്റേഷൻ ചാപ്പലായിരുന്നു ഇത്. ഇവിടെയാണ് തീർത്ഥാടകർ ചെരിപ്പിടാതെ കാൽനടയായി നടന്നെത്തിയിരുന്നത്. 1896 മിസ് ഷാർലറ്റ് ബോയ്ഡ് നൂറ്റാണ്ടുകളുടെ മതേതര ഉപയോഗം കണ്ട സ്ലീപ്പർ ചാപ്പൽ വാങ്ങുകയും മാതാവിൻ്റെയും ഉണ്ണിയുടെയും രൂപം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 1934 ഓഗസ്റ്റ് 15 സ്ലീപ്പർ ചാപ്പലിൽ നവീകരണത്തിന് ശേഷം ആദ്യ കുർബാന അർപ്പിക്കപ്പെടുകയും ചെയ്തു. നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വളരെ രസകരമായ അപ്പാരിഷൻ, വാൽസിംഗ്ഹാമിലെ മരീൻ അപ്പാരിഷൻ, ഈ അപ്പാരിഷൻ്റെ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അമ്മ കസേരയിൽ ഇരിക്കുന്ന രീതിയിലാണ്. ഉണ്ണീശോനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന, അതേസമയം തന്നെ ഇരിക്കുന്ന അമ്മ കാല് ചവിട്ടിയിരിക്കുന്നത് ഒരു ഡ്രാഗണെ വേളി. അത് പിശാസിൻ്റെ ഒരു പ്രതീകമാണ്. അമ്മയുടെ ശിരസ്സിൽ ഒരു കിരീടമുണ്ട്, സാക്സൺ കിരീടം എന്ന് പറയും. കാര്യം ഇംഗ്ലീഷുകാർ ആംഗ്ലോ സാക്സൺ വർഗമാണ്. അപ്പം അവരുടെ വംശീയ രാജ്ഞിയായിട്ടാണ് പൈശാചിക തിന്മകളെ അതിജീവിച്ചുകൊണ്ട് അതിനെ അടിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിന്മയുടെ മേൽ വിജയം പ്രാപിച്ച ദൈവ ചൈതന്യമായിട്ടാണ് ഈ ആംഗ്ലോ സാക്സൺ വർഗം അക്കാലങ്ങളിൽ. അവരാണ് പിന്നീട് ഇംഗ്ലീഷുകാരായി മാറുന്നത്. അവരെ വിശ്വാസം രൂപപ്പെട്ട് വരുന്ന കാലങ്ങളിൽ അവർക്ക് അമ്മയുടെ ചൈതന്യം കൊടുത്തതാണ് ഈ വിഷയം, അതായത് വിശ്വാസം. പക്ഷേ എങ്കിലും 1500 റിഫർമേഷൻ ടൈം വരുമ്പോൾ ഈ രൂപത്തെ അതായത് ആൻറ്റി കാത്തലിക്സുകൾ, കത്തോലിക്ക വിരുദ്ധർ ഈ രൂപം ആക്രമിക്കുകയും ഇത് ലണ്ടനിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ രൂപം നശിപ്പിച്ചു കളഞ്ഞവർ ആ റിഫർമേഷൻ്റെ കാലത്ത് ഒത്തിരിയേറെ കത്തോലിക്ക പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ആ തീൽക്കുരുത്ത് ഉയർന്നു വന്നാണ് പിന്നീടുള്ള 1800 വീണ്ടും. അപ്പോൾ 1340 1340 സ്ലീപ്പർ ചാപ്പൽ, അതായത് ഈ വാൽസിംഗിലേക്കുള്ള വഴികളിലെ ലാസ്റ്റ് സെഷനിലാണ് സ്ലീപ്പർ ചാപ്പൽ വരണത്. അതായത് സ്ലിപ്പേഴ്സ് നമ്മൾ കഴിച്ചിട്ടിട്ട് ഊരിയിട്ടിട്ട് നടന്നു പോയി ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ്. അതൊരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്. അത് പിന്നീട് 1800 ആ സ്ലീപ്പർ ചാപ്പല് റിനോവേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം, അമ്മയുടെ പ്രത്യക്ഷത്തോട് ബന്ധപ്പെട്ടുന്ന അംശങ്ങളെ അങ്ങ് നാമാവിശേഷമാക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈജിപ്തിൽ ഞങ്ങൾ ചെല്ലുമ്പോഴേ അമ്മയും ഔസപിതാവും ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പ്രദേശത്തൊക്കെ ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല, അപൂർവമാണ്. കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട്, അവരവിടെയെങ്കിലും അടുത്തെങ്കിലും ഇല്ല. പക്ഷേ ചാപ്പൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. ഇതുപോലെ ഈ പ്രത്യക്ഷീകരണങ്ങൾ ദൈവം നൽകുമ്പോൾ ഒരു കാലത്ത് ജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം
വീണ്ടും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫോമിൽ ഏതെങ്കിലും രീതികളിൽ ആ ഡിവോഷൻ അവിടെ അതിൻ്റെ പരിസരങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുമെന്നുള്ള ഒരു ചരിത്ര സത്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് ഈ വാൽസിംഗായിൽ നിന്ന് 1 മൈൽ ചുറ്റളവിൽ ഈ സ്ലിപ്പർ ചാപ്പൽ ഇപ്പോഴും തീർത്ഥാടന കേന്ദ്രമായിട്ട്, അതായത് ജസ്റ്റ് എക്സാക്റ്റ്, അതായത് വാൽസിംഗയ്ക്ക് പകരം ഉള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഇന്ന് ഇപ്പോഴും ഈ സ്ലിപ്പർ ചാപ്പൽ വർക്ക് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഓരോ അപ്പാരിഷനിലൂടെയും നമുക്ക് ലഭിക്കുന്ന സന്ദേശം എപ്പോഴും ഈ അപ്പാരിഷൻ നടക്കുമ്പോൾ അവർ കാണുന്ന രൂപങ്ങൾ പ്രധാനപ്പെട്ടതാണ്. രക്ഷാകര സംഭവത്തിൻ്റെ കാരണക്കാരി എന്ന രീതിയിലുള്ള ഒരു വിജയ കിരീടം ചൂടിയാണ് നമ്മൾ ഈ വാത്സംഗായ മാതാവിനെ കാണാൻ കഴിയുക. 1982 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇവിടം സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തോടു കൂടി സഭ ഈ അപ്പാരിഷന് ഒരു പ്രത്യേകതയും നൽകി. അതിജീവനത്തിൻ്റെ നീണ്ട ചരിത്രമാണ് ഈ അപ്പാരിഷനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സങ്കേതമായി വാൽസിംഗ്ഹാം നിലനിൽക്കുന്നത്. ഇവിടെ വാൽസിംഗ്ഹാം ഒരു അതിജീവനത്തിൻ്റെ ചരിത്രമാണ്. അതായത് എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അടുത്ത നൂറ്റാണ്ടിൽ വീണ്ടും ഇത് ഉയർത്തി നിന്നേക്കണ കാണാം. വാൽസിംഗ്ഹാം തീർത്ഥാടന കേന്ദ്രം 1896 വീണ്ടും തീർത്ഥാടന കേന്ദ്രം അതുവരെ തേഞ്ഞു മാഞ്ഞ് പോയ സെക്കുലറായിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലം ചാർലറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ മരിയൻ ഡിവോട്ടി ഈ സ്ഥലം വിലക്ക് വാങ്ങും. എന്നിട്ട് 1897 അവിടെ വീണ്ടും പിൽഗ്രിമേജ് തുടങ്ങും, തീർത്ഥാടനം തുടങ്ങും. പിന്നെ വാൽസിംഗ്ഹാം മരിയൻ അപ്പാരിഷൻ്റെ വലിയ ഘോഷയാത്രയാണ് ഇവനെ കാണുന്നത്. എന്നുവെച്ചാൽ 1934 സഭ അത് ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ശ്രൈനായിട്ട് അത് മാർപ്പാപ്പ പ്രഖ്യാപിക്കും. അതുപോലെ ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ എന്തെല്ലാം കാലഘട്ടങ്ങൾ മാറി മാറി വന്നാലും അവസാനം ആ ദൈവത്തിൻ്റെ എന്താണ് മനസ്സിൽ ആഗ്രഹിച്ചതോ ആ വിഷയം കാലം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പാരിഷൻ്റെ ഓരോ കാലഘട്ടങ്ങളും പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയ ഒരു ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. കാര്യം ഇക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എല്ലാ ചാനലുകളും തന്നെ അമ്മയെക്കുറിച്ചും അപ്പാരിഷനെക്കുറിച്ചും ഒരു പ്രത്യേക ധ്യാന പരമ്പരയുണ്ട്. നമ്മളും അതുപോലുള്ള വിശിഷ്ടമായൊരു ശുശ്രൂഷയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വാൽസിംഗ്ഹാം 2 ഡിവോട്ടികളുടെ ചരിത്രമാണിത്. എനിക്കങ്ങനെ ഇത് മനസ്സിലായത്. അത് റിച്ചലോട്ടിൻ്റെയും അതുപോലെ തന്നെ ഷർലോട്ടിൻ്റെയും രണ്ട് കാലഘട്ടങ്ങളിലെ മരിയൻ ഭക്തരിലൂടെയാണ് ദൈവം ഈ അപ്പാരിഷൻ്റെ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ അത്യുജ്വലമായ ആകർഷകമായ മറ്റൊരു മരിയൻ എപ്പിസോഡിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് ഈ മരിയൻ ധ്യാന പരമ്പര പ്രാർത്ഥനാപൂർവം നമുക്ക് ഉൾക്കൊണ്ട് ഇതിൻ്റെ ചൈതന്യം, വാൽസിംഗ്ഹാമിൻ്റെ മരിയൻ അപ്പാരിഷൻ്റെ ചൈതന്യം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം.